അപ്പൊ അങ്ങനെ നമ്മുടെ മീനിക്ക കടന്ന് നമ്മളിപ്പോ മീനിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് മീൻ മേടിച്ചപ്പോഴാണ് ഇക്ക ഒരു കാര്യം പറയണത്. ഇക്ക വൈറലായി എന്ന് പറഞ്ഞിട്ട്, അതായത് മീൻ വിൽക്കാൻ പോയപ്പോ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു അത്ര വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആരൊക്കെയാണ് പറഞ്ഞേക്കണമെന്ന് നമുക്കറിയില്ല, എങ്കിലും കൂടിയിട്ട് അത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ, കുറച്ചുപേര് രണ്ടുമൂന്ന് പേര് ഇങ്ങനെ പറഞ്ഞു ഈ ഭാഗത്ത് തന്നെ. അതല്ലേ പറഞ്ഞില്ലേ, പറഞ്ഞു ഇങ്ങനെ മൊബൈലിൽ കണ്ടു. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല വീഡിയോ? വീഡിയോ കണ്ടിട്ടില്ല. ശരി, നമ്മൾ വീഡിയോ കണ്ടിട്ടില്ല, അതിന്റെ ഇത് അറിയില്ലല്ലോ. അതല്ലേ, ഇനിയിപ്പോ ആൾക്കാർ കൂടുതൽ കാണും. അതെ അതെ, ഇതേ കോട്ട തന്നെയാണല്ലോ. പിന്നെ അപ്പൊ ഇക്ക കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ ഏരിയയിലൊക്കെ മീൻ വെക്കണതാണ്. അതായത് 27 കൊല്ലമായിട്ട് കുറെ ഏരിയയിൽ കറങ്ങൂല്ലേ? പോകുന്നില്ല. ഇപ്പൊ പോകുന്ന റൂട്ട് ഏതൊക്കെയാ? ഇപ്പൊ തിരുത്തിപ്പറമ്പ് സെൻട്രലിൽ ഇറങ്ങിയിട്ട് ആ ഇല്ലേ കനാല്, ആ കനാലിൽ അത് ചിറ്റണ്ടേന്ന് തുടങ്ങും. പാർലിക്കാലോട്ട് തുടങ്ങും, പത്താങ്കല്ലോട്ട് തുടങ്ങും. അപ്പൊ മീൻ എവിടെ നിന്ന് എടുക്കണത്? കുന്നോളം ചെറുത്തി എടുക്കുന്നത്. എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? മീനാ വീട്ടിലേക്ക് അല്ല, കാലത്ത് തുടങ്ങണത് രാവിലെ മീൻ തുടങ്ങുന്നത് ഒരു 7 മണിയാവും. 7 മണിക്ക് തുടങ്ങിയിട്ട് ഈ പറയുന്ന റൂട്ടിലൂടെ അങ്ങനെ വരും. വീട്ടിലെത്തുമ്പോ 1 മണിയാവും ഉച്ചക്ക്. അപ്പൊ താത്ത കണ്ടിട്ടില്ല അല്ലേ? താത്ത കണ്ടിട്ടില്ലല്ലോ വീഡിയോ? എന്തായാലും ഞാന് ഇക്കടെ നമ്പർ മേടിച്ചിട്ടുണ്ട്. നമ്പർ മേടിച്ചിട്ട് ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഇട്ടു. ഇപ്പോൾ കൊടുത്തിട്ടില്ല, നമ്പർ മേടിച്ചിട്ടുള്ളത്. മീൻ മേടിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് ഇക്ക പറയണത്, ഇടാ നമ്മുടെ വീഡിയോ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഇക്ക പറയണത്. അപ്പം എന്തായാലും ഇക്കടെ വീഡിയോ ഒരുപാട് പേര് കണ്ടതിൽ സന്തോഷം. പിന്നെ ഇനിയും കാണുന്നവർ ഇക്കനെ കാണുമ്പോൾ പറയണം കേട്ടോ, നമ്മുടെ വീഡിയോ കണ്ടു എന്ന് പറയണത്. ഇപ്പം ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു അനുഭവം അല്ലേ? അതെ അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് ഇക്കൊക്കെ ഒരു അനുഭവം കേട്ടോ. അത്രയും വർഷങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു മൊബൈലിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം. അതിപ്പോ അതിന് നിങ്ങളുടെ കുടുംബക്കാരും കാണും. പതുക്കെ ഇങ്ങനെ എല്ലാവരും കാണും. അതെ അതെ. എന്തായാലും ഞാൻ വാട്സാപ്പില് നിങ്ങളുടെ നമ്പറിലേക്ക് ഞാൻ അയച്ചുതരാം നമ്മുടെ വീഡിയോയുടെ ലിങ്ക്. അതൊക്കെ കണ്ടാൽ മതിട്ടോ. അതെ. അപ്പൊ എന്തായാലും താത്തടത്തൊക്കെ അന്വേഷിച്ച് പറയും. ഞാൻ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, മുന്നേ വന്നിട്ടുണ്ടല്ലോ. ഞാനൊരു സിമ്മിന്റെ ഒരു പരിപാടിയായിട്ട്, ഒരു ജിയോ സിമ്മിന്റെ പരിപാടിയായിട്ട് ഇവിടെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ലേശം റേഞ്ച് കുറവുള്ള സ്ഥലമാണ് മൊത്തത്തിൽ അല്ലേ? മുകളിലേക്ക് റേഞ്ച് ഉണ്ട്. ശരിക്കും ഏതുവരെ റേഞ്ച് ഉണ്ട് അവിടെ? റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഈ ചിറ്റണ്ട സെന്റർ അല്ല, അയ്യങ്കുളത്തിന്റെ ബസ് സ്റ്റോപ്പിൽ അതുവരെ റേഞ്ച് ഉണ്ട്. ആ കട്ട കമ്പനി അവിടുന്ന് കഴിഞ്ഞ ആ മറ്റേ കോറിയാണ് കഴിഞ്ഞ പിന്നെ മഞ്ഞച്ചെറവോളം വരെ റേഞ്ച് ഇല്ല, 1 കിലോമീറ്റർ ദൂരം. അതെ. ഇപ്പൊ അവിടെ ഏതാ സിം റേഞ്ച് ഉള്ളത്? ജിയോ ആണ് എടുത്തത്. ജിയോന്നല്ലേ? അതന്നെയാണല്ലേ? എയർടെലിനൊന്നും ഇല്ല അവിടെ. എയർടെൽ കിട്ടില്ല അല്ലേ? തീരെ കിട്ടില്ല. ഇക്കൊക്കെ അവിടേക്ക് റേഞ്ചിന്റെ ഒരു ലേശം പ്രോബ്ലം ഉണ്ട്. വൈഫൈ എടുത്താൽ കറക്റ്റ് ആണെന്ന് മാത്രമല്ല, മൊബൈലൊക്കെ ഉപയോഗിക്കും. ചിലപ്പോ ഞാൻ പറയുകയാണെങ്കിൽ കോൾ ചെയ്യേണ്ട കാര്യം മാത്രമാണ് വിചാരിക്കുന്നത്. കോള് കട്ടാവുണ്ടോ? കോള് കട്ടാവണമെന്നില്ല. മുകളിൽ കയറിയ താഴത്ത് കിട്ടില്ല. അല്ലല്ലേ? മുകളിൽ കയറിയില്ല, 2 നില വീടാണ്. മുകളിൽ കയറിയ ഇപ്പത്തെ കാലഘട്ടമൊക്കെ എല്ലാവരും ഫോണാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്, വാട്സാപ്പും കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടേക്ക് ഒരു റേഞ്ചിന്റെ ഒരു ലേശം പ്രോബ്ലം ഉണ്ടെന്നാണ്. കറക്റ്റ് ഇവിടെ വീടിന്റെ സ്ഥലത്തിന്റെ പേര് പൂങ്ങോട് കോറി. പൂങ്ങോട് കോറി. ഇങ്ങോട്ടാണ് കച്ചവടം അല്ല, അവിടേക്ക് ഇല്ല അല്ലെ? അപ്പുറത്തേക്ക് കയറാറില്ല. അല്ല, ഞാൻ മീനെടുത്ത് അങ്ങനെ വന്ന് കയറി പത്താങ്കല്ല് വഴിക്കും. പത്താങ്കല്ല് കഴിഞ്ഞാൽ അവിടെ പാലക്കാട് ഗേറ്റ് കഴിഞ്ഞ അവിടെ സ്റ്റാർട്ടിങ്. ഗേറ്റ് കഴിയുമ്പോൾ സ്റ്റാർട്ടിങ്. പിന്നെ അങ്ങനെ തിരിഞ്ഞ് കുറാഞ്ചേരി വരും, പിന്നെ തിരിച്ചു വരും, കുട്ടികൾക്ക് കയറും. സമയാവൂലേ? അപ്പൊ ഭക്ഷണം കഴിക്കാൻ എങ്ങനെ? കാലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റിൽ കഴിക്കും. പിന്നെ വ്യാസ കോളേജില് ഒരു ഹോട്ടലുണ്ട്, അവിടുന്ന് കഴിക്കും. തിരിച്ചു പോകുമ്പോ തിരുത്തിപ്പറമ്പ് സെന്ററിലെ പാലത്തിന്റെ അവിടെ കനാൽ പാലം, അവിടുന്ന് എന്തെങ്കിലും കഴിക്കും. പിന്നെ വീട്ടിലേക്ക്. ഫാമിലിയിലപ്പോ ആരൊക്കെ ഉണ്ട് ശരിക്കും? ഇങ്ങനെ ആരൊക്കെ ഉണ്ട്? വൈഫും മക്കളായിട്ടില്ല? മക്കളായിട്ടില്ലല്ലേ? അപ്പൊ കുറെ വർഷമായില്ലേ? വർഷങ്ങളായി. അതല്ലേ? അപ്പൊ ചികിത്സയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ ആയതിൻ്റെതായ ഒരു ഇതൊക്കെ അല്ലേ? അത് തമ്പരാൻ ഓരോരുത്തർക്കും ഓരോന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെ അതെ. നോക്കണം. ഉപ്പയും ഉമ്മയൊക്കെ ഉണ്ട്. എന്റെ ഉപ്പ അമ്മായിമ്മ അമ്മോസും വീട്ടിലുണ്ട്. പിന്നെ എന്റെ ഉപ്പ മരിച്ചു അല്ലേ? അമ്മ ഉണ്ട്. കുറെ വർഷമായില്ല മരിച്ചിട്ട്. ഇപ്പൊ മരിച്ചിട്ട് 13 കോറിയിലെ വർക്കാണ്. 13 കൊല്ലം കഴിഞ്ഞു. സ്വന്തം വീട്? സ്വന്തം സ്ഥലം തന്നെ? സ്വന്തം വീട്. സ്ഥലം ഒരു വീട്. അതല്ലേ? 1205 സ്ക്വയർ ഫീറ്റ് വീട്. അതല്ലേ? ബന്ധങ്ങളൊക്കെ? ബന്ധങ്ങൾ വാപ്പാടെ ആൾക്കാരുണ്ട്. എളാപ്പുണ്ട്. 2 എളാപ്പന്മാര് മരിച്ചു. അമ്മമാര് 5 പേരുണ്ട്. പിന്നെ എളാപ്പാര് മൂത്താപ്പാര് അങ്ങനെ ആൾക്കാർ.
നിങ്ങളെ ഒരുപാട് പേർക്ക് അറിയാം. അറിയാം നിങ്ങള് ഈ മീൻ കൊടുക്കണ കാരണം പിന്നെ അറിയാം. ഞാൻ ആദ്യം ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പെരുമാറ്റം അടിപൊളിയല്ലേ? എല്ലാവരായിട്ട് നല്ല 12 കൊല്ലം ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. ഓട്ടോ ഓടിച്ചിട്ടുണ്ടല്ലേ? വടക്കായിരി പേട്ടയില് ശരി. കൂട്ടുകാർ സ്റ്റാൻഡ് വടക്കായിരി രാത്രി 10 മണിക്കൊക്കെ വരിക. ശരി. രാവിലെ പോയി അങ്ങനെയും കുറെ പേർക്ക് അറിയാലോ അല്ലേ? കല്യാണത്തിന്റെ മുന്നേ. ശരി ശരി. പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു 5-6 മാസം ഓടിച്ചോളൂ. പിന്നെ മീൻ കച്ചവടത്തിന് അറിയാം. അങ്ങനെ കുറെ പേര് അറിയാം. ഉപ്പൊക്കെ ആയിട്ട് മീൻ കച്ചവടം തന്നെയായിരുന്നു. ഇപ്പൊ ഉള്ളപ്പോൾ മീൻ കച്ചവടം ആൾക്കും മീൻ കച്ചവടം തന്നെയായിരുന്നു അല്ലേ? ഇപ്പോൾ ഇപ്പം മരിച്ചിട്ട് 13 കൊല്ലമായിട്ടുള്ളൂ. 13 അല്ലേ? അപ്പൊ 27 കൊല്ലം അതിൽ തുടങ്ങിയിട്ട്. അനിയന്മാരുണ്ട്. എന്റെ താഴെ ഒരാളുണ്ട് മീൻ കച്ചവടം. അതിന്റെ താഴെ ഒരാളുണ്ട്, അവൻ ഗൾഫിലാണ്. പിന്നെ ഒരു പെങ്ങളുണ്ട്, 2-3 കുട്ടികളുണ്ട്. അത് അകമല്ല, സാസാമ്പലം. എല്ലാവരും സുഖമായിരിക്കണം. സുഖമാണ്. അവര് കുഴപ്പമൊന്നുമില്ല, പെങ്ങൾക്കൊക്കെ സുഖമാണ്. അതല്ലേ? അങ്ങനെ തട്ടിമുട്ടി ആയിക്കോട്ടെ, അന്നത്തെ ജീവിച്ചു പോകും. ആയിക്കോട്ടെ. ഇനിയിപ്പോ ഏതാ റൂട്ട്? ഇനി ഇങ്ങനെ പോയി ഇങ്ങനെ കയറി ഗ്രൗണ്ടിൽ വന്ന് ചുറ്റിറമ്പിൽ ചെല്ലും. എന്നിട്ട് പാലം കഴിഞ്ഞിട്ട് അങ്ങനെ ആ പള്ളി ഉണ്ടല്ലോ, അപ്പൊ ഈ പള്ളം കൊണ്ട് കഴിഞ്ഞ് ലെഫ്റ്റ് വെച്ചിട്ട് അവിടെ കുറച്ച് പേര് കൊടുക്കും. പിന്നെ തിരുമ്പ് സെന്ററിൽ കുറച്ച് പേര് കൊടുക്കും. നിങ്ങള് മീൻ ഇങ്ങനെ ഓർഡർ പ്രകാരം കൊടുക്കുമോ? ഓർഡർ പറഞ്ഞ തലേ ദിവസമൊക്കെ അല്ല, ഈ കല്യാണങ്ങൾക്ക് ഇതിനൊക്കെ വിളിച്ച് നിങ്ങൾ എത്തിച്ചു കൊടുക്കുമോ? കല്യാണങ്ങൾക്ക് വിളിച്ചാൽ അങ്ങനെ ഇതുവരെ വിളിച്ചിട്ടില്ല. അല്ല, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല? ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പാർലിക്കാട് മറ്റേ ബസ്സിലെ ഒരാളുണ്ട് ഗേറ്റിന്റെ അവിടെ, പാലക്കാട് ഗേറ്റിന്റെ അവിടെ, അമ്പലത്തിന്റെ അടുത്തായിട്ട്. അത് ഏതാ പുലരിയാ പുഞ്ചിരിയാ എന്നുള്ളൊരു ബസ്സുണ്ട്. അവര് ഇപ്പോഴൊന്നല്ല, 10-15 കൊല്ലൊക്കെ ആയി. മീൻ കൊടുത്തിട്ടുണ്ട്. വെട്ടുമീൻ 10-20 കിലാണ്. പിന്നെ വെട്ടുമീനൊക്കെ കൊടുക്കും. ഈ വിശേഷമായ ക്രിസ്മസ് ഇതൊക്കെ ആയ. ഇതിലിപ്പോ നമ്പർ എന്തെങ്കിലും കൊടുത്തിടണ? വല്ല മീൻ വിളിക്കാം, അങ്ങനെ എന്തെങ്കിലും വല്ല ഓർഡർ കൊടുത്തിടാലോ അല്ലേ? നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ അടുത്ത് ഒരു ഇക്കടെ നമ്പർ ഞാൻ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ കൊടുത്തു വിടാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ വല്ല മീനിന്റെ ആവശ്യം വരികയാണെങ്കിൽ, മീനെ സംബന്ധിച്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇക്കൊന്ന് വിളിക്കാം. ഇതൊക്കെ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. 10 കിലോ മീൻ വേണമെന്നൊക്കെ പറഞ്ഞ് എത്തിച്ചു കൊടുക്കും. അതിലൊക്കെ മീൻ എടുക്കണതല്ലേ? അപ്പൊ അതൊരു ഇപ്പൊ ഇക്കാക്ക് സ്റ്റാളും കടയൊന്നും ഇല്ല. ഇക്കൊക്കെ ഇങ്ങനെ മീൻ എടുക്കാൻ ലൈനിൽ പോക്കാം. അപ്പൊ നമ്മള് ആ വീഡിയോ നമ്മൾ ഇങ്ങനെ ഒക്കെ കണ്ടു. വന്നിട്ട് ഇപ്പോൾ ഇത് മീൻ മേടിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളിട്ട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇനിയും കൂടുതൽ ആളുകൾ കാണും. ഞാൻ ഇക്കടെ നമ്പർ എന്തായാലും ഒന്ന് അടിയിൽ കൊടുക്കാം. ആർക്കെങ്കിലും ഇങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. വല്ല മീനിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, മറ്റുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ശരി, എന്തായാലും ഓക്കെ. സന്തോഷം. ശരി.